ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ CACB എക്സാമുകൾക്കൊക്കെ കട്ട് ഓഫിന്റെ തൊട്ടടുത്ത് വന്നിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ ഭയങ്കര നിരാശരായിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അവർക്ക് ഒരു സന്തോഷ വാർത്ത, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ടാവും. നമുക്ക് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ നിനക്ക് ജോലിയൊന്നും ആയില്ലേ, അല്ലെങ്കിൽ ഇനിയും നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു വിഷമം എന്താണെന്ന്, ആ ഒരു മാർക്കിൽ, അതായത് ജസ്റ്റ് ഒരു 0.5 അല്ലെങ്കിൽ ഒരു മാർക്ക് നഷ്ടപ്പെട്ടവർക്കേ മനസ്സിലാവത്തുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു ചോദ്യങ്ങൾ കേട്ട് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കരുത്. നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇനി ഓഗസ്റ്റ് 3 എക്സാമിന് ഒരു 40 ദിവസങ്ങളോളം നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അത് റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് കഴിഞ്ഞ വട്ടം എന്തൊക്കെയാണോ നിങ്ങൾക്ക് പോരായ്മകൾ സംഭവിച്ചത്, ഇപ്പോൾ ഏത് ഏരിയ ആണോ നിങ്ങൾക്ക് വീക്കായത്, ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയത് ഏത് ഏരിയ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ ഏരിയയ്ക്ക് മാക്സിമം റിവിഷൻ കൊടുത്തുകൊണ്ട് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഒരു കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഈ തവണ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് പുറകോട്ട് വലിക്കും, നീ ഇനി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പോൾ ഒരു 45 ദിവസം കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ 5-6 വർഷമായിട്ട് പഠിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. എനിക്ക് ഈ 5-6 വർഷമായിട്ട് പഠിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാ തവണയും നിങ്ങൾ ഈ കട്ട് ഓഫിൻ്റെ പുറത്തോട്ട് പോകുന്നത് നിങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ്. അപ്പം ഏതൊക്കെ ഏരിയ ആണ് കോറായിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് നമ്മൾ CCയിൽ ഒരു 45 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റുഡൻസിൻ്റെയും വീക്ക് ഏരിയ അല്ലെങ്കിൽ വീക്ക് സബ്ജക്റ്റ് ഏതാണെന്ന് ആദ്യമേ അവരുമായിട്ട് സംസാരിച്ച് നമ്മൾ തിരിച്ചറിയുന്നു. അതനുസരിച്ച് അവർക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു 45 ഡേയ്സ് ക്രാഷ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഏറ്റവും വീക്കായ ഏരിയയ്ക്ക് നമ്മൾ മാക്സിമം റിവിഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവരുടെ പ്രശ്നം എന്താണെന്ന് കേട്ടിട്ട് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കാണുകയാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം ഒരു പക്ഷേ മറ്റുള്ളവർ തുറന്നു പറയാൻ പറ്റില്ലായിരിക്കാം, കാരണം അതിന് ഒരു കറക്റ്റായ സൊല്യൂഷൻ എല്ലാവർക്കും തരാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു 45 ഡേയ്സ് ക്രാഷിലോട്ട് ജോയിൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൃത്യമായ ഒരു റിവിഷനാണ് നമ്മൾ ഈ 45 ഡേയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 45 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുമോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. നിങ്ങൾ കഴിഞ്ഞ വട്ടം ഒരു 1/2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിന് നഷ്ടപ്പെട്ടവരാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ്, ഒരു ബേസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ അറിയാം. ഇപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു കറക്റ്റായിട്ടുള്ള റിവിഷൻ മാത്രമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒട്ടും സമയം കളയരുത്. നമുക്കിനി അധിക ദിവസങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഒട്ടും സമയം കളയരുത്. നിങ്ങൾ ഇന്നേ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ സിലബസ് വരാനായിട്ടൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പം നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇതുപോലെ നിരാശരായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, നമ്മുടെ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും നന്നായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശമാണ്, മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാണ്. നിങ്ങൾ ആരെയും പിന്നോട്ട് വലിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് എങ്ങനെ ഇതുപോലെ കട്ട് ഓഫിൻ്റെ അടുത്ത് വന്നിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റാതെ നിരാശരായിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് പറയുക, നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്ത് ഈ തവണത്തെ റാങ്ക് ലിസ്റ്റ് നിനക്ക് ഉൾപ്പെടാൻ പറ്റുമെന്നൊരു ഒറ്റ പോസിറ്റീവ് വാക്ക്, അത് ഒരുപാട് മാറ്റങ്ങൾ അവരിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ തവണ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് ജോലി മേടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്